തൃശൂരിലും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. തൃശൂർ പാടൂർ സ്വദേശിയായ 7ാം ക്ലാസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. എറണാകുളം അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് തൃശൂർ DMO അറിയിച്ചിട്ടുണ്ട്. MS ലിഷോയ് വിവരങ്ങൾ നൽകാനുണ്ട്. ലിഷോയ്, ഇതാ ഇപ്പോൾ തൃശൂരും അമീബിക് മസ്തിഷ്ക ജ്വരം ആശങ്കയായത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുട്ടിയുടെ ആരോഗ്യനില അത്ര പ്രശ്നമൊന്നുമില്ല അല്ലേ? കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ 1-നാണ് പനിയെ തുടർന്ന് പാടൂരിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കുട്ടിയെ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നത്. പിന്നീട് തൃശ്ശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും പനി കനക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇവിടെ നിന്ന് ചികിത്സയിലിരിക്കെ പുതുച്ചേരിയിലെ ലാബിലേക്കാണ് കുട്ടിയുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് സാമ്പിൾ അയച്ചത്. ഇതിന്റെ പരിശോധനാ ഫലം വന്നപ്പോഴാണ് ഇത്തരത്തിൽ അണുബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. പിന്നീട് കുട്ടിയുടെ ആരോഗ്യനില മോശമാവുകയും വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തെ അമൃത ആശുപത്രിയിലേക്ക് കുട്ടിയുടെ നില ഗുരുതരമായതിനെ തുടർന്ന് ഈ ജൂൺ 16-ാം തീയതി മാറ്റിയിരുന്നു. അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ സാമ്പിളുകൾ ഇതേ ലാബിലേക്ക് തന്നെ വീണ്ടും അയച്ച് പുനഃപരിശോധനയും നടത്തി. അപ്പോഴും ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഈ ലക്ഷണങ്ങൾ ഉണ്ടാവുകയും അത് ആ ഫലം പോസിറ്റീവ് ആവുകയും ചെയ്തിരുന്നു. തുടർന്ന് ഒരാഴ്ചയോളം കുട്ടി ആരോഗ്യനില വഷളായിരുന്നു. പിന്നീട് 2 ആഴ്ച മുമ്പ് വെന്റിലേറ്ററിന്റെ സഹായമില്ലാതെ ശ്വസിച്ചു തുടങ്ങി. ICUവിൽ നിരീക്ഷണത്തിലായിരുന്ന കുട്ടിയെ പിന്നീട് ആരോഗ്യനില തൃപ്തികരമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം റൂമിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എവിടെ നിന്നാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഈ കുട്ടി വീടിനടുത്തുള്ള പാടത്ത് ഫുട്ബോൾ കളിക്കാൻ പോകാറുണ്ടായിരുന്നു. അതല്ലാതെ കുളത്തിലോ പുഴയിലോ ഒന്നും കുളിക്കാൻ പോയിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിനോട് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് ഇതിന്റെ അണുബാധ ഉണ്ടായിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇതുവരേക്കും വന്നിട്ടില്ല. ഈ 2 മാസത്തിനിടെ 5ാമത്തെ അമീബിക് മസ്തിഷ്ക ജ്വര കേസാണ് സംസ്ഥാനത്ത് സ്ഥിരീകരിക്കുന്നത്. അതാണിപ്പോൾ തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത്. 12 വയസ്സുകാരൻ.